കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. വചനജാലകം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ പ്രോഗ്രാം ഒരു പ്രത്യേക സംഘടനയുടേതല്ല. ഈ പ്രോഗ്രാം ഹാർവസ്റ്റ് ടി വിയോടൊപ്പം വ്യൂവേഴ്സായ എല്ലാവരും ചേർന്നാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ദൈവസഭയിലെ സഹോദരീ സഹോദരന്മാർക്ക്, ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ വരാറുണ്ട്. ആ ചോദ്യം പലപ്പോഴും ആരോടും ചോദിക്കാതെ അവരവരുടെ ഉള്ളിൽ അവരടക്കാറുണ്ട്. എന്നാൽ ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ മറുപടികൾ തരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുകയാണ്. ഇന്ന് ഒരു പ്രത്യേക ചോദ്യമുള്ളത് ആദ്യം ഞാൻ പരസ്യമായി പറയാം. അതിനുശേഷം അതിൻ്റെ മറുപടി ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് തരുവാൻ താല്പര്യപ്പെടുകയാണ്. ഒരു പ്രിയ സഹോദരൻ്റെ ചോദ്യമാണ്. അദ്ദേഹം സുവിശേഷം പറയുവാൻ ആഗ്രഹിക്കുന്നു. തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ല, അദ്ദേഹത്തിന് സുവിശേഷം പ്രചരിപ്പിക്കുവാനുള്ള കഴിവില്ല. എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ദാസനെ, ഈ ചോദ്യത്തിന് ഒരു ബിബ്ലിക്കൽ മറുപടി ആവശ്യമാണ്. ഇത് വളരെ ജെന്യുവനായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒന്നാമത്തെ കാര്യം, പലപ്പോഴും ആളുകളുടെയൊക്കെ ചിന്ത ഞാനങ്ങ് സുവിശേഷം പറഞ്ഞു കളയും, അല്ലെങ്കിൽ അങ്ങനൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഓവർ കോൺഫിഡൻസ് ഉണ്ടായാലും വലിയ പ്രശ്നമില്ല. പക്ഷേ എനിക്ക് കഴിയില്ല എന്നുള്ളൊരു ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ നാച്ചുറലി ദാറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് പ്രോബ്ലം. പലപ്പോഴും പിശാച് തന്നെ പറയുന്നത് നിനക്ക് കഴിയത്തില്ലെന്ന്. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുവിശേഷം പറയുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരോടും പിശാച് പറയും, നീ വെറുതെ പരിശ്രമിക്കേണ്ട, നിന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു തീഷ്ണതയിൽ നിന്ന് നമ്മളെ പുറകോട്ട് മാറ്റുന്ന ഒരു ഘടകമുണ്ട്. പക്ഷേ ഇവിടുത്തെ ചോദ്യം ഈ യുവാവ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്കിത് പറയാനുള്ള ബേസിക്കലി ഉള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, എനിക്കതിനുള്ള കഴിവില്ല, എനിക്ക് ഒരുപക്ഷെ പറയും എനിക്ക് പ്രസംഗിച്ചൊന്നും പരിചയമില്ല. നമ്മൾ പ്രസംഗിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. ഇതിനകത്ത് അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഇവിടെ സുവിശേഷം അറിയിക്കുന്നതിൽ വിദ്യാഭ്യാസം വേണമായിരുന്നെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ദേ വർ ഫിഷർമാൻ. വാസ്തവത്തിൽ അവരെയാണ് കർത്താവ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് വിളിച്ച് വേർതിരിച്ച് പിന്നീട് അവരെ പരിശുദ്ധാത്മാവിൽ നിറച്ച് സുവിശേഷ വേലയ്ക്കായി അയക്കുന്നത്. സുവിശേഷം ഒരു സൂപ്പർ നാച്ചുറൽ മെസ്സേജാണ്. ഈ സൂപ്പർ നാച്ചുറൽ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യു നീഡ് സൂപ്പർ നാച്ചുറൽ പവർ. അത് കേവലം സെക്യുലർ എഡ്യൂക്കേഷൻ കൊണ്ട് കിട്ടുന്നതല്ല. ഉയരത്തിലെ ശക്തി നമ്മുടെ മേൽ നിറയേണ്ടത്, നിഴലിടേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം മിക്ക വിശ്വാസികൾക്കും മനപ്പാഠം അറിയാവുന്ന ഒരു വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ പ്രിയ സഹോദരന് കഴിവില്ല എന്ന് തോന്നുന്നുണ്ട്. സുവിശേഷം കഴിവുണ്ട് എന്ന് ചിന്തിക്കുന്നത് വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു തെറ്റായ ധാരണയാണ്. ഈ വലിയ മെസ്സേജ് പറയുവാൻ ഉയരത്തിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തിയോടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരാളിൻ്റെയും സ്വന്തമായിട്ടുള്ള റിസോഴ്സ് കൊണ്ടോ ഹെൽപ്പ് കൊണ്ടോ എബിലിറ്റി കൊണ്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ശരിക്കും ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞ ഇങ്ങനൊരു കാര്യമുണ്ട്. ആ മുക്കുവന്മാരായ മീൻപിടുത്തക്കാരായ കുറച്ച് പേർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലായിരുന്നെങ്കിൽ ഇത് പറയാൻ കഴിയുകയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഇനി അവർ ഇങ്ങനെയുള്ള കഴിവില്ലാത്തവരല്ല, കുറേ കഴിവുള്ളവരായിരുന്നെങ്കിലോ
ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, സുവിശേഷം പറയാനായിട്ട് യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും സെനയും അതല്ലെങ്കിൽ ഒരു പക്ഷേ സോക്രട്ടീസും പഴയ ഷേക്സ്പിയറും ഇവരൊക്കെയാണെന്ന് വെച്ചു. ഇവരൊക്കെ ആണെങ്കിലും അവർക്ക് അവരുടെ കഴിവുകൊണ്ടൊന്നും സുവിശേഷം പറയാൻ പറ്റില്ല, നടക്കത്തില്ല. ഇപ്പം അരിസ്റ്റോട്ടിനെയും പ്ലേറ്റോയെയും സോക്രട്ടീസിനെയും കൂടെ ഏൽപ്പിച്ചാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതെ, ഫിഷർമെനെ ഏൽപ്പിച്ചാലും നടക്കാൻ പോകുന്നില്ല. കാര്യം ഇവർക്ക് ആർക്കും സ്വന്തം കഴിവുകൊണ്ട് ഇത് പറയാൻ കഴിയില്ല. പാസ്റ്റർ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവാണ് അവരെ അതിനുവേണ്ടി ശക്തീകരിച്ചത് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എനിക്ക് കഴിവില്ല എന്നതുകൊണ്ട് സുവിശേഷം അറിയിക്കാൻ ഉള്ള നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ ഒഴിഞ്ഞിരിക്കുന്നില്ല. എനിക്ക് കഴിവുണ്ടോ ഇല്ല എന്നുള്ളതല്ല, കഴിവുണ്ടെങ്കിൽ ആ പാസ്റ്റർ എവിടെ കഴിഞ്ഞാൽ പ്രയാസം. കാര്യം നമ്മളറിയാതെ നമ്മുടെ ആ ബുദ്ധിയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ എടുക്കും. കഴിവില്ലെങ്കിൽ പിന്നെ ഒന്നും അല്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുമല്ലോ. അപ്പോൾ എൻ്റെ നോട്ടത്തിൽ കഴിവില്ലാതിരിക്കുന്നതാണ് നല്ലത്. സുവിശേഷം കൂടുതൽ പറയുന്നത് കഴിവില്ലാത്ത ആളുകളാണ്. എൻ്റെ കൂടെ ആഫ്രിക്കയിൽ ഗെയ്റ്റൺ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്. എൻ്റെ നോട്ടത്തിൽ എനിക്ക് തോന്നുന്നത് he has won more than 1000 ഒന്നുമല്ല, മേ ബി thousands of people. ആരെ കണ്ടാലും സുവിശേഷം പറയും എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസവും ഇല്ല, ഒന്നുമില്ല, പക്ഷേ സുവിശേഷം പറയുകയും ചെയ്യും. എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാനൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾ പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും. ഞാനും ഗെയ്റ്റണും ക്യാപ്റ്റൻ സിയാമയും കൂടെ ഞങ്ങൾ ഒരുമിച്ച്, പിന്നെ കിക്കുള എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ ഡാറസലാമിലോട്ട് വരുന്ന വഴിക്ക് വെച്ചൊരു പോലീസുകാരി കൈ കാണിച്ച് നിർത്തി. പോലീസുകാർ കൈ കാണിച്ച് നിർത്തി അവരെ അകത്ത് കയറ്റി. ഞാൻ ക്യാപ്റ്റൻ ഡ്രൈവ് ചെയ്യുക, ഞാൻ ഇപ്പുറത്തിരിക്കുക, ഇവർ രണ്ടുപേരും കിക്കുളായും ഗെയ്റ്റണും ഇടയ്ക്കിരിക്കുക. കിക്കുള ഒരു ഇസ്ലാമിക് കൺവേർട്ടാണ്. അവരവിടെ അകത്ത് കയറിയതും ഇവർ സുവിശേഷം പറയാൻ തുടങ്ങി. 3/4 മണിക്കൂർ ട്രാവൽ ചെയ്യണം. ആദ്യം അവർ പറഞ്ഞ് എന്നെ കിട്ടത്തില്ല നിങ്ങൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ച്, ഗെയ്റ്റൺ സുവിശേഷം പറഞ്ഞാൽ അവൻ എന്താ പറയുന്നത്, ഇവൾ കുറച്ചുകൂടെ വിദ്യാഭ്യാസമൊക്കെ ഉള്ളത്, ഒരു പോലീസ് ഓഫീസറാണ്, ഒരു ലിഫ്റ്റ് ചോദിച്ച് കയറിയതാണ്. പക്ഷേ തീരുന്നതിന് മുമ്പ് ഇവർ സുവിശേഷം പറയുക മാത്രമല്ല, ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റി. അപ്പം ഞാൻ എൻ്റെ മനസ്സിലാലോചിച്ചു, എൻ്റെ ദൈവമേ, ഞാനായിരുന്നെങ്കിൽ 1/2 മണിക്കൂർ പോയിട്ട് 5 ദിവസം പറഞ്ഞാൽ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തൊന്നിരിക്കത്തില്ല. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ടൊന്നും വാസം പറഞ്ഞാൽ കാര്യമില്ല. പിന്നെ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയുമ്പോൾ കർത്താവ്, ചിലപ്പോൾ ആളുകൾ പറയും എനിക്ക് പ്രസംഗിക്കാനൊന്നും കഴിവില്ലെന്ന്. നിങ്ങളോട് പ്രസംഗിക്കാൻ വേണ്ടി ഒന്നും പറയുന്നില്ലല്ലോ കർത്താവ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്നല്ലേ പറയുന്നത്. അതെ അതെ. അപ്പോൾ സാക്ഷിയാകാൻ ഈ പറയുന്ന വലിയ പ്രസംഗമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലെന്നാണ് എൻ്റെ ചിന്ത. ഞാനതിന് പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. ഒരു ഡോക്ടർ വഴിയിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയപ്പം ഒരു പട്ടി വഴിയിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ സാധാരണ ഓണടിച്ചാൽ ഓടിപ്പോകുന്നതാണ്, പക്ഷേ ഇത് മാറിപ്പോകുന്നില്ല. നോക്കിയപ്പം ഈ നായയുടെ കാലൊടിഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലായി. എണീറ്റ് ഇങ്ങനെ ഏന്തി വലിഞ്ഞ് മാറാൻ തുടങ്ങിയപ്പം ഡോക്ടർക്ക് വലിയ പ്രയാസം തോന്നിയിട്ട് ഇതിനെ എടുത്ത് കാറിൻ്റെ പുറകിലിട്ടുകൊണ്ട് ഇയാൾ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് നടക്കാൻ പറ്റി. അപ്പം നടക്കാൻ പറ്റി, നായ അങ്ങ് പോയെന്ന് പറഞ്ഞാൽ പോയി. അപ്പം ഡോക്ടർ ചിന്തിച്ച് പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, അത് നന്നായി പോയല്ലോ എന്നൊക്കെ വെച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ട് പോയതാണ്. പക്ഷേ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പട്ടി എന്ത് ചെയ്യുന്നറിയാമോ, തിരിച്ചു വരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി. പോയാലും ഈ പട്ടി തിരിച്ചു വന്നല്ലോ. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അതിൻ്റെ കൂട്ടത്തിൽ പുറകെ ഞൊണ്ടി മറ്റൊരു പട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമായി എന്താ സംഭവിച്ചതെന്നറിയാനായിട്ട്. അപ്പോൾ ഇത് വന്ന് ഈ 2 പട്ടിയും കൂടെ ഡോക്ടറുടെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുക. മറ്റേ സൗഖ്യമായ പട്ടി ഇങ്ങനെ കാലയിലൊക്കെ നക്കിയേച്ച് അപ്പുറത്ത് മാറി ഇതിനെ കാണിച്ചു കൊടുക്കുന്നത് പോലെ കാലിൻ്റെ അടുത്തൊക്കെ ചെന്ന് ഇങ്ങനെ പെതിയെ എന്നൊക്കെ മൂളുകയൊക്കെ ചെയ്യുന്നു. അപ്പം മനസ്സിലായി എന്താ സംഭവിച്ചതെന്ന്. ഈ നായ സൗഖ്യമായി മടങ്ങിപ്പോകുന്നതായ സമയത്ത് ഒരു പക്ഷേ റോഡിൽ ഈ ഒരു പട്ടി, ഞാനിങ്ങനെ ഭാവനയിൽ ഇങ്ങനെ കാണും എന്താ സംഭവിച്ചതെന്നുള്ളത്. പട്ടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കാലൊടിഞ്ഞ് കിടക്കുന്ന ഈ പട്ടിയെ കണ്ടിട്ട് സൗഖ്യമായ പട്ടി പറഞ്ഞു കാണും, എൻ്റെ കുഞ്ഞെ എന്തോ പറ്റിയടാ, അപ്പോൾ എൻ്റെ കാലൊടിഞ്ഞ് കിടക്കുക, എനിക്ക് മാറാൻ പറ്റും, എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങാൻ പോലും പറ്റുന്നില്ല. പറഞ്ഞു അത് സാരമില്ല, എൻ്റെയും കാലൊടിഞ്ഞതായിരുന്നു, പക്ഷേ നീ വാ, എൻ്റെ കൂടെ വാ, ഒരു ഡോക്ടറുണ്ട്, നിന്നെ സൗഖ്യമാക്കും. എങ്ങനെ, നിനക്കെങ്ങനെ അറിയാം? എൻ്റെ കാലൊടിഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ കാലൊടിഞ്ഞ് ഇപ്പോൾ എനിക്ക് നടക്കുന്നത് കണ്ടില്ലേ, ഇതെല്ലാം ചെയ്തതാരാ? ആ ഡോക്ടറാ. ഉടനെ ഈ പട്ടി പറഞ്ഞെന്ന് വെച്ചു, ഓ നിന്നെ സൗഖ്യമാക്കി കാണും, പക്ഷേ എന്നോടൊന്നും ഒരു കരുണയും കാണത്തില്ല, നീ നല്ല പട്ടി ആയതുകൊണ്ടാണ്. പറഞ്ഞു എൻ്റെ മോനെ, ഞാനും ഇതുപോലെ ഇവിടെ കിടന്നതാ ചീഞ്ഞ്. ഡോക്ടറുടെ കൂടെ 2 ആഴ്ച നിന്നപ്പോഴാണ് എന്നെ അദ്ദേഹം കുളിപ്പിച്ചൊക്കെ ഒന്ന് ശരിയാക്കി ഒരു വൃത്തിയൊക്കെ ആയി. അല്ലെങ്കിൽ ഞാനും ഐ ഓൾസോ വാസ് എ സ്ട്രേ ഡോഗ്, ഞാനിങ്ങനെ കിടന്നതാണ്. എന്നാൽ ആ ഡോക്ടർ വളരെ കരുണയുള്ള ആളാണ്, നീ വാ, അദ്ദേഹം നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല, എൻ്റെ പൈസയൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ പട്ടി പറഞ്ഞതുകൊണ്ട് നമ്മൾ എൻ്റെ പൈസയൊന്നുമില്ല. മോനെ പൈസയൊന്നും വേണ്ട, ഞാനും പൈസയൊന്നും ഇല്ലായിരുന്നല്ലോ, 2 ആഴ്ച ഞാനവിടെ കഴിഞ്ഞു, ഞാൻ പൈസയൊന്നും കൊടുത്തില്ല. ഉടനെ പറഞ്ഞു ഇല്ല, 2 ആഴ്ച എനിക്ക് പട്ടിണി കിടക്കാൻ വയ്യ,
അവൻ ഓരോ എക്സ്ക്യൂസസ് പറയുക. നീ പട്ടിണിയൊന്നും കിടക്കണ്ട, നിനക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം ഡോക്ടർ തന്നെ തരും. അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഞാനിവിടെ വരാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ സാക്ഷിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനിപ്പോൾ PhD ThD BTH BD ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലൊന്നും ചിലപ്പോൾ ആളുകൾ പറയും എനിക്ക് തിയോളജിക്കൽ ഡിഗ്രി ഒന്നുമില്ല, എനിക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റുമെന്ന്. തിയോളജിക്കൽ ഡിഗ്രി ഇപ്പോൾ പാസ്റ്റർ നമുക്കെല്ലാം അറിയണം, നമുക്കെല്ലാം തിയോളജിക്കൽ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലല്ലോ നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നത്. അതെ, തിയോളജിക്കൽ ഡിഗ്രി ഒരിക്കലും ഒരു തടസ്സമല്ല. അത് പഠിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും. എന്നാൽ തിയോളജിക്കൽ ഡിഗ്രി ഇല്ലാത്തത് കൊണ്ട് സുവിശേഷം പറയാൻ സാധ്യമല്ല എന്ന് ആരും ചിന്തിക്കരുത്. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. 2 വാക്യങ്ങൾ പ്രിയ സഹോദരനൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടി ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവ് ഈ ശിഷ്യന്മാരെ വിളിക്കുന്നത് തന്നോടുകൂടെ ഇരിക്കുവാൻ. ദാറ്റ് ഈസ് ദ സീക്രട്ട്. തന്നോടുകൂടി ഇരിക്കുന്നവരെയാണ് പ്രസംഗിക്കേണ്ടതിന് അയക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഇന്നും സമയം സ്പെൻഡ് ചെയ്യുവാൻ കഴിയും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും ജീവിക്കുന്നു. കഴിവില്ല എനിക്ക്, വിദ്യാഭ്യാസമില്ല എനിക്ക് എന്ന് കണ്ട് നമ്മൾ മാറി നിൽക്കേണ്ട. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് വിദ്യാഭ്യാസം അധികം ഇല്ലാത്ത ഒരാളാണ്. കർത്താവ് കൃപയാലാണ് പലയിടങ്ങളിൽ പല രാജ്യങ്ങളിൽ എളിയവനായി എന്നെ അയച്ച് അവിടുത്തെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ കൃപ തന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്താൽ അവിടുന്ന് പ്രസംഗിക്കാൻ അയക്കും. എന്നിട്ട് ബാക്കി ഇങ്ങനെയാണ്, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാൻ 12 നിയമിച്ചു. കർത്താവിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഹീ ഈസ് ഗോയിങ് ടു സെൻഡ് യു വിത്ത് ദ പവർ ടു പ്രീച്ച് ദ ഗോസ്പൽ ആൻഡ് ടു ഹാവ് എ മിനിസ്ട്രി ഓഫ് അതോറിറ്റി. എത്രയോ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ആരും ഡിസ്കറേജ്ഡ് ആകരുത്. ലോകപ്രകാരം ഒരു പക്ഷെങ്കിൽ സെക്യുലർ വിദ്യാഭ്യാസം നിങ്ങൾക്കില്ലായിരിക്കാം. ഇതിൻ്റെ അർത്ഥം സെക്യുലർ വിദ്യാഭ്യാസം ഉള്ളതൊരു നെഗറ്റീവാണെന്നും ചിന്തിക്കരുത്. സെക്യുലർ വിദ്യാഭ്യാസമുള്ള മാന്യ സഹോദരങ്ങൾ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. പക്ഷേ ആ സെക്യുലർ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചത്തിലല്ല നിങ്ങൾ സക്സസ് ആകാൻ പോകുന്നത്. അതും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. Paulos, he was a very learned man, and God used him so powerfully because he was filled with the Holy Spirit. Yes. ഒരു വാക്യം കൂടെ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്ത് ദയവായിട്ടത് ഫോളോ ചെയ്യണം. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാൽ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. That's the secret, to be with Jesus. See, Peter and John, they were uneducated, unschooled എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ കർത്താവ് അങ്ങോട്ട് കരങ്ങളിൽ എടുത്തപ്പോഴോ കർത്താവിൻ്റെ കൂടെ നടന്ന് 3-3.5 വർഷം അവർക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ പരിശോധിച്ചാൽ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, പോരാ, വെയിറ്റ് ഇൻ ജെറുസലേം, ടാരി ഇൻ ജെറുസലേം ഫോർ ദ ഹോളി സ്പിരിറ്റ്. എന്തിനാണ് ഹോളി സ്പിരിറ്റ്? ടു ഗിവ് യു പവർ. അവർ കാത്തിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 14 മുതൽ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ 120 പേരുടെ സംഘം മാളികമുറിയിൽ കാത്തിരുന്നു എന്ന കാര്യം നമുക്കറിയാം. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പെട്ടെന്ന് കൊടിയ കാറ്റിൻ്റെ ശബ്ദം, അഗ്നിനാവുകൾ പോലെ പിളർന്ന നാവുകൾ ഓരോരുത്തരുമേൽ പതിഞ്ഞു. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ആത്മാവർക്ക് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അന്യഭാഷകൾ സംസാരിച്ച് തുടങ്ങി. താഴോട്ട് വായിക്കുമ്പോൾ ഇത് കേട്ടവർ പലരും അവിടെ വന്ന് ഈ കാര്യങ്ങൾ ആത്മപകർച്ചയും അവരിൽ പറയുന്ന അന്യഭാഷകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർ കളിയാക്കാനൂടെ തുടങ്ങി. 14-ാം വാക്യം മുതൽ വായിച്ചാൽ അവരുടെ നടുവിൽ പീറ്റർ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ഒരു ഗംഭീര പ്രസംഗം പ്രസംഗിക്കുകയാണ്.
ആ പ്രസംഗത്തിൻ്റെ അവസാനത്തിലാണ് ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനമുണ്ടായി 3000 പേർ അവരുടെ ഹൃദയത്തെ ദൈവത്തിനായി സമർപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പം എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഒരിക്കലും ഡിസ്കറേജ് ആകരുത്. കർത്താവിൻ്റെ കരങ്ങൾ എറിഞ്ഞു കൊടുക്കണം. ഗോഡ് ക്യാൻ ടേക്ക് സം ഓഫ് യു ആൻഡ് യൂസ് യു സോ മൈറ്റിലി. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയും. അത് സെക്യുലർ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചത്തിലല്ല. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പക്ഷേ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം, ഞാൻ കോളേജ് സ്റ്റുഡൻസിനിടയ്ക്കാണ് 10 വർഷം വർക്ക് ചെയ്തത്, പാസ്റ്റർക്ക് അറിയാമല്ലോ. അപ്പോൾ അന്ന് ഈ അപ്പോളജറ്റിക്സ് എൻ്റെ തലയ്ക്ക് പിടിച്ച ഒരു സമയമുണ്ട്. ആരെന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറഞ്ഞു കളയും എന്നുള്ള ഒരു മനസ്സിലെ ഒരു ചിന്ത. അതുകൊണ്ട് ഇപ്പോൾ അന്നത്തെ കാലത്തുള്ള അപ്പോളജറ്റിക് ബുക്കുകളെല്ലാം കാണാതെ പഠിച്ചും ആര് ചോദിച്ചാലും അതാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ആളുകളൊക്കെ സംസാരിക്കാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഈ ബുദ്ധിപരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമ്പം അവർ ചിലപ്പോൾ അങ്ങ് സമർപ്പിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സമർപ്പിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാനിത് ബുദ്ധിപരമായിട്ടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായപ്പോൾ കർത്താവ് എന്നോടൊരു ചോദ്യം ചോദിച്ചു. നീ ചിന്തിക്കുന്നുണ്ടോ, നീ പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ നീ ഇങ്ങനെ എല്ലാം ബുദ്ധിപരമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ രക്ഷിക്കപ്പെട്ടതെന്നൊക്കെ? അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു. സുവിശേഷം പറയുകയാണെങ്കിൽ നല്ല അടുക്കി അങ്ങോട്ട് പറഞ്ഞാൽ ആരാ അക്സെപ്റ്റ് ചെയ്യാത്തത്? ചുമ്മാ ഈ സ്ട്രീറ്റ് പ്രീച്ചേഴ്സ്, ഞാനും സ്ട്രീറ്റ് പ്രീച്ചറാണ്, എന്നാലും അന്നേരം എനിക്ക് തോന്നി വെറുതെ ഒന്നുമല്ല, എല്ലാം നല്ല അടുക്കി അങ്ങോട്ട് യുക്തിപരമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം, അന്നേരം ആളുകൾ അക്സെപ്റ്റ് ചെയ്യും എന്നെനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, നീ അങ്ങനെ അടുക്കി പറഞ്ഞതുകൊണ്ടൊക്കെയാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത് ചിന്തിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ അതിനകത്തും കാര്യമില്ലേ കർത്താവേ എന്ന് ഞാനിങ്ങനെ അങ്ങ് ചോദിച്ചു. നമുക്ക് കർത്താവിനോട് എന്താ പറയുക പറയാമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അല്ലടാ മോനെ, you need to know one thing. I was gracious enough not to send intelligent people to you, okay? Praise the Lord. അതായത് ഞാൻ ഈ കോളേജ് പഠിക്കുന്ന കുറച്ച് പിള്ളേരുടെ അടുത്ത് കുറച്ച് ഗിമ്മിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശാസ്ത്രവും മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പിള്ളേർ അത്രയും പഠിച്ച് കാണത്തില്ല. പക്ഷേ ബുദ്ധിയുള്ളവൻ്റെ അടുത്തോട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്കിതൊന്നും പറഞ്ഞു പിടിച്ചിരിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് കർത്താവ് എന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനം, അതായത് ബോധ്യം വരുത്തുന്നത് ഹോളി സ്പിരിറ്റാണ്. തീർച്ചയായിട്ടും. അല്ലാതെ യാതൊരു രീതിയിലും ആർക്കും ഒരാളിൻ്റെ ഉള്ളിൽ കയറി പ്രവർത്തിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഞാനൊരു പ്രാവശ്യം ഡൽഹി YMCAയിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയതാണ്. അപ്പോൾ മീറ്റിങ്ങിന് വേണ്ടി പോയപ്പോൾ എൻ്റെ കൂടെ എൻ്റെ റൂംമേറ്റ്സ് റൂമിൽ എൻ്റെ റൂമിൽ ഞാനുള്ളത്, പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേര് ഒരു കോൺഫറൻസിന് വന്നതാണ്, ഇൻ്റർനാഷണൽ YMCAയിലാണ്. ഒരാളൊരു പ്രശാന്ത് ഡേ എന്ന് പറഞ്ഞൊരു വെസ്റ്റ് ബംഗാളുകാരന്, ഒരാൾ ഒരു നാഗായിമാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ കോഫി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഓപ്പോസിറ്റ് വന്നിരുന്ന ഒരു മറാഠി ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഈ മറാഠി ബിസിനസ്സുകാരൻ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ സംസാരിച്ച് യേശുവിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, ഓ യു ആർ എ റിലീജിയസ് വർക്കർ? ഞാൻ പറഞ്ഞു യെസ്. ഹൗ കം? ഐ തോട്ട് യു ആർ എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് പറ്റിയ ഒരു കാര്യമല്ല എന്നാണ്. പിന്നെ നീ എന്തിനാ റിലീജിയസ് ഇതിനെ പോകുന്നത്? നിനക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ വേറെ വല്ല കാര്യം നോക്കരുതോ? ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ പറയാൻ കാര്യം? മാൻ, ഓൾ ദ തിങ്സ് ദാറ്റ് ഈസ് നീഡഡ് ഫോർ ദിസ് വേൾഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ സയൻസ്. തീ കണ്ടുപിടിച്ചതുകൊണ്ട് ബാക്കിയുള്ള, അദ്ദേഹം പറഞ്ഞതാണ്, തീ കണ്ടുപിടിച്ചതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം കൊടുത്തത് ശാസ്ത്രമാണ്. അതുകൊണ്ട് ശാസ്ത്രത്തെയാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. വാട്ട് ഓൾ തിങ്സ് ദാറ്റ് ഈസ് ഗുഡ് ഫോർ മാൻ ഇറ്റ് ഈസ് ഗിവൺ ബൈ സയൻസ്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, സർ, ശാസ്ത്രം മനുഷ്യന് നന്മയായ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രമൊന്നുമല്ല കൊടുത്തത്, ചില കാര്യങ്ങൾ ശാസ്ത്രം നമുക്ക് തന്നത് വളരെ മോശമായ കാര്യമാണ്. കാര്യം എനിക്കൊരുത്തനെ കൊല്ലണമെങ്കിൽ പണ്ട് ഇടിച്ചോ കടിച്ചോ ചതച്ചോ ഒക്കെ വേണമായിരുന്നു കൊല്ലാനായിട്ട്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് വില്ലൻ സിനിമയിൽ പറയുന്നത് പോലെ ഐ എം ഗോയിങ് ടു കിൽ യു ബട്ട് യു ക്യാൻ ചൂസ് യുവർ വെപ്പൺ. മലപ്പുറം കത്തി കൊണ്ട് ചാകണോ, സൈലൻസർ ഘടിപ്പിച്ച തോക്ക് കൊണ്ട് ചാകണോ, വിഷം കുത്തി വെച്ച് കൊള്ളണോ? അപ്പോൾ കുത്തി വെച്ച് അല്ലെങ്കിൽ കൊല്ലാനാണെങ്കിലും 100 മാർഗം പറഞ്ഞു തന്നത് ആരാണ്? സയൻസാണ്. അപ്പോൾ സയൻസ് നമുക്ക് നല്ല കാര്യം മാത്രമൊന്നുമല്ല തന്നിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നോ, കുറച്ചുകൂടെ സയൻസ് വളരുമ്പോൾ അതിനെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു പറ്റില്ല. കാരണം E=mc² എന്ന് പറയുന്ന ശാസ്ത്ര തത്വം കൊണ്ടാണ് ആറ്റം വിഭജിച്ചാൽ ഉണ്ടാകുന്ന പവറിനെ കുറിച്ചുള്ള ഒരു നമ്മൾ അതിൽ നിന്നാണ് വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസമായിട്ടുള്ള റേറ്റിലാണ് ആ ഒരു ബോധ്യത്തിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് ആറ്റം വിഭജിക്കാൻ പറ്റുമെന്നുള്ളത്. ആറ്റം വിഭജിക്കുമ്പോൾ ഒന്നുകിൽ ആ ശക്തി നമുക്ക് വേണമെങ്കിൽ ആറ്റം റിയാക്ടർ ഉപയോഗിക്കാം. റിയാക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടും, പവർ കിട്ടും, നേഷന് അത് പവറാണ്. അതേസമയം ആ ശക്തി തന്നെയാണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സയൻസ് എന്ന് പറയുന്നത് നോളജാണ്. പക്ഷേ നോളജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ന്യൂട്രലാണ്. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻ ഹൂസ് ഹാൻഡ്സ് ഇറ്റ് റീച്ചസ്. അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം.
ധാർമ്മികതയില്ലാത്ത ഒരു മനുഷ്യൻ്റെ കയ്യിൽ ശാസ്ത്രം വന്ന് കയറിക്കഴിഞ്ഞാൽ അതൊരു ഡിസാസ്റ്റർ, ഒരു ദുരന്തമാണ്, ഇല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പേടി ഈ ശാസ്ത്രീയ തത്വങ്ങൾ, പ്രത്യേകിച്ച് ഈ വെപ്പൺ ടെക്നോളജിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ വന്ന് കിട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഇന്ത്യയുടെയിലോ മറ്റുള്ള ഒരു ബോധമുള്ളൊരു രാജ്യത്തിൻ്റെ കയ്യിൽ ആറ്റം ടെക്നോളജി കയ്യിലിരുന്നാലും വലിയ പ്രശ്നം ഉണ്ടാകാനില്ല. കാര്യം അത്രയ്ക്ക് ഉണ്ടാകത്തില്ലെന്ന് പറയാൻ പറ്റുകയില്ല. ബോധമില്ലാത്തവരുടെ മണ്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊറാലിറ്റി ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ ശാസ്ത്രം ചെന്ന് പെട്ട് കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങളാണ്. അപ്പോൾ മൊറാലിറ്റിയാണ് വലുത്, അല്ലാതെ ശാസ്ത്രമല്ല വലുത് എന്ന് മനസ്സിലാക്കണം. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചൈനയുടെ വൻമതിൽ പണിതതിന് ശേഷം 7 പ്രാവശ്യം ചൈന ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ചൈനയുടെ വൻമതിൽ പൊളിച്ചിട്ടല്ല ആരും ആക്രമിച്ചത്. എന്താ ചെയ്തതെന്ന് അറിയാമോ? കാവൽക്കാരന് കൈക്കൂലി കൊടുത്തതാണ്. അപ്പോൾ വൻമതിൽ പണിയാൻ വേണ്ടി കാര്യങ്ങളെല്ലാം അവർ ടെക്നിക്കലി ആ കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും കാവൽക്കാരെ മൊറാലിറ്റി എത്തിക്സ് ഉള്ളവരാക്കി മാറ്റുന്നതിൽ അവർ പരാജയപ്പെട്ടു. അപ്പോൾ എന്താണ് കൂടുതൽ ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയല്ല, മൊറാലിറ്റിയുടെ വളർച്ചയാണ് ആവശ്യം. ശാസ്ത്രത്തിൻ്റെ വളർച്ച ഇച്ചിരി കുറഞ്ഞെന്ന് പറഞ്ഞാലും വലുതായിട്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, പണ്ടൊക്കെ ശാസ്ത്രം വളരുന്നതനുസരിച്ച് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരു 50 കൊല്ലം മുമ്പ് ശാസ്ത്രത്തിൻ്റെ വളർച്ച വന്നപ്പോഴെല്ലാം നമ്മൾ ചിന്തിച്ചിരുന്നു ഇനി മെഡിസിൻ പുതിയത് വരും, അല്ലെങ്കിൽ മനുഷ്യന് കുറേ കൂടെ ആയുസ് കൂടും, ഇതാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. പക്ഷേ ഇന്നിപ്പോൾ ശാസ്ത്രം വളരുമ്പോഴത്തേക്ക് നമുക്ക് പേടിയാണ്. എന്താ കാരണം? ഇന്ന് ഗവേഷണങ്ങൾ നടക്കുന്നത് കൂടുതൽ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കാനല്ല, വാർ വെപ്പൺസ് ഉണ്ടാക്കാനാണ്. ബുദ്ധി ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല, മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞു, ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് മനുഷ്യൻ്റെ മൊറാലിറ്റിയിന്മേലാണ്. ദൈവം മൊറാലിറ്റി അല്ലെങ്കിൽ വി ആർ ഡൂയിങ് ഇറ്റ്, വി ആർ വർക്കിംഗ് വിത്ത് മൊറാലിറ്റി ഓഫ് എ മാൻ. അപ്പോൾ അതാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം അത് സമ്മതിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഞാനിങ്ങനെ ശാസ്ത്രം ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഈ പ്രശാന്തിൻ്റെയും ജെയിംസും ഒക്കെ ചിന്തിച്ചു ഞാൻ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഇനിയിപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ സമ്മതിക്കത്തില്ല. കാര്യം ഇയാൾ ഈഗോ ഹർട്ടായെന്ന് എനിക്കൊരു ചിന്ത നാച്ചുറലി. കാര്യം അയാൾക്ക് പിന്നെ ആൻസർ ഇല്ലാതായിപ്പോയി. അപ്പോൾ ആൻസർ ഇല്ലാതായിപ്പോയപ്പം വേണമെങ്കിൽ ഇനി പിന്നെയും എനിക്ക് അതും ഇതൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ജുറാസിക് പാർക്കിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അന്ന് ഇറങ്ങിയ ഒരു ഫിലിമൊക്കെയാണ് ജുറാസിക് പാർക്കിനകത്ത് ഞാൻ പറഞ്ഞു വാട്ട് ഹാപ്പൻ, ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഒരു ടെക്നോളജി എത്തിക്സ് ഇല്ലാത്ത ഒരുത്തൻ്റെ കയ്യിൽ ചെന്നുപെട്ടപ്പോൾ ഉണ്ടായ ദുരന്തമാണ് വാസ്തവത്തിൽ ആ ഫിലിമിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ മൊറാലിറ്റി വളർത്തുക എന്നുള്ളതാണ് ആവശ്യം. അത് ഞാൻ റിലീജിയൻ എന്നുള്ള വാക്കല്ല അവിടെ പറയുന്നത്. എന്നിട്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇയാൾ പിന്നെ ഇങ്ങനെ ഇടുന്നപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു ഇനി ഇയാളെ കൂടുതൽ ശാസ്ത്രമൊന്നും പറയണ്ടെന്ന് തന്നെ ചിന്തിച്ചു. കാര്യം പഴയ അപ്പോളജറ്റിക്സ് എടുക്കാനുള്ളൊരു മനസ്സ് പെട്ടെന്ന് എനിക്ക് തോന്നി. എന്ന് ഞാൻ പറഞ്ഞു സർ ലീവ് ഓൾ ദോസ് തിങ്സ്, ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ സംതിങ് ദാറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവ് എന്നിൽ വരുത്തിയതായ വ്യതിയാനത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി ഉണ്ടായിരുന്ന ആളായിരുന്നു. ആ സമയത്താണ് ഞാൻ കർത്താവിനെ സ്വീകരിക്കുന്നത്. അതിനുശേഷം ഞാൻ കോളേജ് പഠിച്ച സമയത്ത് ഒരു ഞങ്ങളുടെ വീടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു പോയി പറയടാ അവനോട് എന്ന് വെച്ച് പറയടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ല് കൊടുക്കാനേ പറഞ്ഞല്ല, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ പക്ഷേ എൻ്റെ പ്രശ്നം ഞാനന്ന് യേശുവിൽ അങ്ങ് നിറഞ്ഞിരിക്കുക, എൻ്റെ ഹൃദയം മുഴുവൻ യേശുവാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ അമ്മ പറയേണ്ട കാര്യമില്ല, ഞാൻ പോയി തല്ലിയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തല്ലും വേണ്ട, ഒന്നും വേണ്ട, അവനോട് എനിക്ക് യാതൊരു വിരോധം തോന്നുന്നില്ല. കാര്യം യേശു എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിറഞ്ഞു. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ മനസ്സങ്ങ് മാറി. അമ്മ എന്നോട് വഴക്കുണ്ടാക്കിയതുകൊണ്ട് ഞാൻ വണ്ടിയെടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അയാളോട് ചൂടാകാൻ എനിക്ക് ഇഷ്ടമില്ല. അവിടെ ചെന്ന് അമ്മ വഴക്കുണ്ടാക്കി വിട്ടതാണല്ലോ. തോട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഞങ്ങളുടെ പുറത്തുണ്ടായിരുന്ന ഒരു തോട്ടത്തിലെ തൊഴിലാളികളുമായിട്ട് നമ്മുടെ തൊഴിലാളികളുമായിട്ട് പുറത്തുള്ള ഒരാൾ വഴക്കുണ്ടാക്കി. അപ്പോൾ അമ്മ പറയുന്നത് നമ്മുടെ തൊഴിലാളികളുമായിട്ട് വഴക്കുണ്ടാക്കില്ല, നമ്മളോട് വഴക്കുണ്ടാക്കി തുടങ്ങിയാണ്, നീ ചെന്ന് ചോദിച്ചാൽ വഴക്കാം. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ അയാളെ വിളിച്ചിറക്കി, ഇങ്ങനെ വന്നേ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഇയാൾ പേടിച്ചു പോയി. പക്ഷേ എനിക്ക് എൻ്റെ എന്തുവാ ആ ദേഷ്യമെല്ലാം പോയി. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾ ആ തോട്ടത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മോനെ അതോ അങ്ങനെ ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാനതൊന്നും ചോദിക്കാൻ വന്നതല്ല, എന്തുകൊണ്ട് വിശേഷമൊക്കെ. ഞാൻ പിന്നെ അകത്ത് കയറി അയാളുടെ പിള്ളേർ എനിക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കെട്ടിപ്പിടിച്ച് ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു ഈ ചേഞ്ച് എനിക്ക് ശാസ്ത്രത്തിന് ഉണ്ടാക്കി തരാൻ കഴിയത്തില്ല. എൻ്റെ ജീവിതത്തിലെ എൻ്റെ പഴയ കാലത്തെ മുഴുവൻ മാറ്റിമറിച്ചത് യേശു കർത്താവാണ്, പരിശുദ്ധാത്മാവാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു that is your experience, I cannot deny it because it is your experience, I accept it. അയാൾ യേശുവിനെ സ്വീകരിച്ച് ഏറ്റു പറഞ്ഞില്ല, അയാൾ കാപ്പി കുടിച്ചിട്ട് എണീറ്റ് പോയി. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു സാജു നീ എത്ര കൃത്യമായിട്ട് അയാളെ ഇങ്ങനെ പേഴ്സീവ് ചെയ്തിട്ട് നീ കുറച്ചുകൂടെ ഒന്ന് പരിശ്രമിച്ചായിരുന്നെങ്കിൽ അയാളെക്കൊണ്ട് ഒരു കൺവിക്ഷനിലേക്ക് നയിക്കാൻ പറ്റുമായിരുന്നല്ലോ. ഉടനെ ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് നോട്ട് മൈ ജോബ്. അപ്പോൾ ഇവരങ്ങ് വരുന്നുണ്ട് യു ആർ എ മിഷണറി,
പിന്നെ നീ എന്താ പറയുന്നത്, അത് നിൻ്റെ ജോലിയല്ലെന്ന്. ഞാൻ പറഞ്ഞു കൺവിക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ജോലിയല്ല. പിന്നെ ആരുടെ ജോലിയാണ്? ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് എ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പിന്നെ അവർ ചോദിച്ചു പിന്നെ നിൻ്റെ ജോലി എന്നാ? അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ജോലി സാക്ഷിയാവുക എന്നുള്ളത്, ഞാനത് ചെയ്തു. ഇനിയിപ്പോൾ കൺവിക്ഷൻ ഉണ്ടാക്കേണ്ടത് ആരാണ്? ഹോളി സ്പിരിറ്റാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെയും കൊണ്ട് വേണം സാക്ഷി പറയാൻ പോകാൻ. അല്ലാതെ ബുദ്ധിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ബോധ്യം ഉണ്ടാകത്തില്ല. ബിക്കോസ് ബുദ്ധി കൊണ്ട് പോയി കഴിഞ്ഞാൽ, റാഷണാലിറ്റി കൊണ്ട് ഒരു മനുഷ്യനെ മാക്സിമം നയിക്കാൻ പറ്റുന്നത് കൺക്ലൂഷനിലേക്കാണ്, കൺവിക്ഷനിലേക്കല്ല. ബുദ്ധി കൊണ്ട് അതിൻ്റെ പ്രോബ്ലം ഒരു റീസൺ പറഞ്ഞിട്ടൊരു കൺക്ലൂഷന് വരികയാണ്. കൺക്ലൂഷൻ്റെ പ്രശ്നം ഒരു ബെറ്റർ റീസണിങ് ഉണ്ടെങ്കിൽ ഈ കൺക്ലൂഷൻ പോകും, അപ്പോൾ വേറൊരു കൺക്ലൂഷൻ ഉണ്ടാകും. പക്ഷെ കൺവിക്ഷൻ്റെ കാര്യം അതല്ല. കൺവിക്ഷൻ റീസണിങ് വന്നാൽ പോകുന്നതല്ല. കാരണം റീസണിങ്ങിൻ്റെ അപ്പുറത്താണ് ദൈവപ്രവൃത്തി. അതാണ് കൺവിക്ഷൻ ഉണ്ടാക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഉണ്ടാക്കുന്നത് കൺവിക്ഷനാണ്. ഇപ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണെങ്കിലും കർത്താവ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോൾ ഹോളി സ്പിരിറ്റ് വന്നാൽ ഹോളി സ്പിരിറ്റ് യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കാൻ കൊണ്ട് സാക്ഷ്യം പറയും. നോക്ക്, ഇവിടെ രണ്ട് സാക്ഷികളാണ്. ഹോളി സ്പിരിറ്റ് സാക്ഷ്യം പറയുന്നു, ഞാനും സാക്ഷ്യം പറയുന്നു. അത് രണ്ടും വേണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയം, ലുദിയയുടെ ഹൃദയം കർത്താവ് തുറന്ന കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ലുദിയയുടെ ഹൃദയം കർത്താവ് തുറന്നു, അപ്പോൾ പോളും കൂടെ സാക്ഷ്യം പറഞ്ഞു. ഇത് രണ്ടും വേണം. അതുകൊണ്ട് വിദ്യാഭ്യാസം വേണ്ടാന്നില്ല, ബുദ്ധി വേണ്ടാന്നില്ല, വേദോസം പറയരുതെന്നില്ല, പഠിക്കരുതെന്നില്ല, നോളജ് ഉണ്ടാകരുതെന്നില്ല, ഡിഗ്രി ഉണ്ടാകരുതെന്നില്ല. പക്ഷേ ഡിഗ്രി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഡിഗ്രി ഉള്ളത് കൊണ്ടും പ്രോബ്ലമില്ല. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ അതായത് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഈ ഹ്യൂമൻ ഫാക്കൽറ്റിയിലാണ് വാസം പറഞ്ഞു കഴിഞ്ഞാൽ യുക്തി വരുന്നത്. ഹ്യൂമൻ ഫാക്കൽറ്റിയുടെ മുകളിലുള്ള ഒരു കാര്യമാണ് സ്പിരിച്വൽ ഫാക്കൽറ്റി എന്ന് പറയുന്നത്. ആ സ്പിരിച്വൽ ഫാക്കൽറ്റി വരുമ്പോൾ ഹ്യൂമൻ ഫാക്കൽറ്റി ഇല്ലാതാകുന്നില്ല. അതായത് ആത്മീയത എന്ന് പറയുന്നത് യുക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് യുക്തിക്ക് വിരുദ്ധമല്ല, യുക്തിക്ക് അതീതമാണ്. അപ്പോൾ യുക്തി അവിടെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ യുക്തിയെ കടന്നു ചെല്ലുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവൃത്തി. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തിയോട് ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ എനിക്കറിയാം, ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ് ആൻഡ് ദെൻ സർട്ടൻലി എനിക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്തു. ഞാൻ സാക്ഷിയായി, ഞാൻ പറഞ്ഞിട്ട് ഒരു പക്ഷേ അന്നേരം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തില്ലായിരിക്കാം. സംഗതി ശരിയാണ്. പക്ഷെ തീർച്ചയായിട്ടും ആ സുവിശേഷ സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കിടക്കുകയും പരിശുദ്ധാത്മാവ് അത് അദ്ദേഹത്തെ ഒരു കൺവിക്ഷനിലേക്ക് കൊണ്ടുവരാൻ ആത്മാവിൻ്റെ സമയത്ത് ആ കൺവിക്ഷനിൽ കൊണ്ടുവരികയും ചെയ്യും. പക്ഷേ ഞാൻ ചിലപ്പം ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാനന്ന് കുറച്ചുകൂടെ ശാസ്ത്രം പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ നമ്മൾ പിണങ്ങിയേനെ, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ എനിക്ക് ആർഗ്യുമെൻറ്റ് വിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, ഇഫ് യു വിൻ ദി ആർഗ്യുമെൻറ്റ് യു ആർ ലൂസിങ് ദ പേഴ്സൺ. നിങ്ങൾ യുക്തിപരമായിട്ട് വാദിച്ച് ജയിക്കാൻ പോയാൽ നിങ്ങൾക്ക് വാദം ജയിക്കാമെന്നുള്ളതേ ഉള്ളൂ, ആളെ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ തോറ്റാലും വേണ്ടുകയില്ല, ആളെ കിട്ടണമെങ്കിൽ വിനയത്തോടുകൂടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാൻ ഒരു സ്പേസ് കൊടുക്കുകയാണ് ആവശ്യം. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ബുദ്ധി നല്ലതാണ്, വിദ്യാഭ്യാസം നല്ലതാണ്. പക്ഷേ ഇതില്ലെങ്കിലും സുവിശേഷം പറയാനത് തടസ്സമല്ല. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, കഴിവില്ലല്ലോ എന്ന ചിന്ത നമ്മളെ ബന്ധിക്കാൻ അനുവദിക്കരുത്. കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ കർത്താവ് വാഗ്ദത്തമാം പരിശുദ്ധാത്മാവിനാൽ താങ്കളെ നിറയ്ക്കുകയും ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി ഒരു നല്ല സുവിശേഷകനായി നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യും എന്ന ചിന്തയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുന്നു.